സമയം ഇപ്പോൾ 1 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വയനാട് കുറ്റ്യാടി ചുരം വഴിയാണ് പോകുന്നത്. ഇവിടെ ഇപ്പോൾ 1 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു കൂൾ ക്ലൈമറ്റാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു യാത്രയാണ് നമുക്ക് ഈ വഴി കിട്ടുന്നത്. ഇവിടങ്ങൾ ഈ വഴി ഒരുപാട് കടന്ന് പോയിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ വ്യൂ പോയിന്റിലെത്തിയാൽ ഒന്ന് ഫോട്ടോ എടുക്കാതെ അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാതെ ഞങ്ങൾ ഈ വഴി കടന്ന് പോകാറില്ല. അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇപ്പോൾ ഞങ്ങൾ നേരെ തിരുനെല്ലി ഭാഗത്തേക്കാണ് പോകുന്നത്. ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. തിരുനെല്ലിയുടെ ഭാഗത്തുള്ളൊരു റിസോർട്ട് സ്റ്റേ ആണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നേരെ അവിടത്തേക്കുള്ള യാത്രയിലാണ്. പോകുന്ന വഴിയിൽ നമുക്ക് ഒരുപാട് ഭംഗിയുള്ള പാടങ്ങളും അതുപോലെ ഒരു നല്ല നദികളും അങ്ങനെ ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ വഴി കിട്ടുന്നത്. ഞങ്ങൾ ഫെബ്രുവരി ലാസ്റ്റ് വീക്കിലാണ് യാത്ര പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു കൂൾ ക്ലൈമറ്റും ഉണ്ട്, അതുപോലെ നല്ലൊരു വെയിലും ഉണ്ട്. എന്തായാലും നല്ലൊരു കാലാവസ്ഥയാണ് നമുക്ക് ഈ റൂട്ടിൽ കിട്ടുന്നത്. അങ്ങനെ ഞങ്ങളുടെ യാത്ര റിസോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ അഗ്രഹാരം എന്ന റിസോർട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. തിരുനെല്ലി അമ്പലത്തിന് ഏകദേശം 1/2 കിലോമീറ്റർ അടുത്തായിട്ട് തന്നെയാണ് റിസോർട്ട് വരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ അകത്ത് കയറി വണ്ടി പാർക്ക് ചെയ്തു. ഇവിടെ നല്ല പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്, വിശാലമായിട്ട് തന്നെയുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ ഓഫീസിലേക്ക് കയറി ചെക്ക് ഇൻ കഴിഞ്ഞു. നേരെ റൂമിലേക്കാണ് വന്നത്. ഇവിടെ ഒരു കോട്ടേജ് ആയിട്ടാണ് റൂംസ് അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ റൂമിലേക്ക് കയറി. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ്. AC ഇല്ല ഇവിടെ, പക്ഷേ AC യുടെ ആവശ്യം ഉണ്ടെന്നും തോന്നുന്നില്ല. നല്ല ഒരു കൂൾ ക്ലൈമറ്റ് നമുക്ക് ഇപ്പം തന്നെ ഉച്ചയ്ക്ക് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ രാത്രിയിലും നല്ല തണുപ്പ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. നല്ലൊരു വൃത്തിയുള്ള റൂം തന്നെയാണ്. അങ്ങനെ ബാക്കി റൂമിലേക്ക് കയറി ഒന്ന് ഫ്രഷൊക്കെ ആയി ഞങ്ങൾ അങ്ങനെ ഒന്ന് ഫ്രഷൊക്കെ ആയതിനു ശേഷം നമ്മൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ കോട്ടേജസ് ആയതുകൊണ്ട് തന്നെ നടക്കാനുള്ള നല്ല വിശാലമായ വഴികളുണ്ട്. അതുപോലെ കാപ്പിത്തോട്ടവും ഇതിന് ചുറ്റുമായിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു തണുപ്പും നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ നമുക്കൊരു വിശാലമായ മുറ്റം കാണാം. അതുപോലെ ഒരു പ്ലേ ഏരിയയും ഒരു ബാർബിക്യൂ ഏരിയയും അതുപോലെ ഒരു ഫയർ ക്യാമ്പൊക്കെ ഉള്ളൊരു ഏരിയയാണ്. അങ്ങനെ അല്പനേരം കളിയൊക്കെ ഞങ്ങൾ അവിടെ കുറച്ചു നേരം അവിടെ ചിലവഴിച്ചു. ഞങ്ങൾ അല്പം ലേറ്റായിട്ട് എത്തിയതുകൊണ്ട് തന്നെ അധികം സമയമില്ല. അങ്ങനെ വീണ്ടും കാഴ്ചകളിലേക്ക് ഇറങ്ങി. ഇവിടെ ഏത് ഭാഗത്ത് നോക്കിയാലും വിശാലമായ മലനിരകളൊക്കെയായി നല്ല ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ്. അങ്ങനെ ഈ ഭാഗത്ത് നിന്നും എൻട്രൻസ് കയറി വന്ന് ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ റെസ്റ്റോറൻറ്റും ഡൈനിങ് ഏരിയയും അതുപോലെ ഇൻഡോർ ഗെയിം ഏരിയ ഒക്കെ വരുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ ഓഫീസ് വരുന്നത്. അവിടെ നിന്നും താഴോട്ട് ഇറങ്ങുന്ന രീതിയിലാണ് ഓരോ കോട്ടേജസും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ താഴോട്ട് ഇറങ്ങി വരുന്ന വഴിയിലാണ് ഓരോ കോട്ടേജസും ഉള്ളത്. അതുപോലെ ഇവിടുത്തെ ഓരോ കോട്ടേജസും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. അശോകവനി, അതുപോലെ ഞങ്ങൾ നിന്ന കോട്ടേജിൻ്റെ പേരാണ് നികുഞ്ചം, പർണശാല, സൗപർണിക, അങ്ങനെ ഓരോ പേരിലായിട്ടാണ് ഓരോ കോട്ടേജസും അറിയപ്പെടുന്നത്. അതുപോലെ ഒരു 4 കെട്ട് കോട്ടേജും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അത് ഒരു കോട്ടേജ് മാത്രമേ ഉള്ളൂ. ഇവിടെ വിശാലമായ ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നടന്ന് കാണാനും അതുപോലെ കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ബ്രഹ്മഗിരി മലനിരകൾ കണ്ട് ബാഡ്മിൻ്റൺ കളിക്കാനുള്ള നല്ലൊരു ഏരിയ ഇവിടെ ഉണ്ട്. അതുപോലെ ഞങ്ങൾ ലൈറ്റായി എത്തിയതുകൊണ്ട് തന്നെ നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങി. സ്വിമ്മിംഗ് പൂളും പറഞ്ഞ പോലെ നല്ലൊരു ഏരിയയിൽ തന്നെയാണുള്ളത്. ഇവിടെ നിന്നും നോക്കിയാൽ നല്ല മലമുകളുടെ അസ്തമയ സൂര്യനെ കണ്ട് കുളിക്കാനുള്ള നല്ലൊരു ഭംഗിയുള്ള കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അങ്ങനെ നേരം ഇരുട്ട് തുടങ്ങി. കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇപ്പോൾ ചായ കുടിക്കാൻ പോയതാണ്. നേരത്തെ ഓർഡർ ചെയ്ത് വെച്ചിരുന്നു. പക്കുവടയും അതുപോലെ ഒരു ചിക്കൻ ഫ്രൈ ഒക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് ഇതിൻ്റെ ഡൈനിങ് ഏരിയ കം റെസ്റ്റോറൻറ്റ് വരുന്നത്. നല്ലൊരു ഭംഗിയുള്ളൊരു ക്യൂട്ട് റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അതും കഴിഞ്ഞ് ചെറിയൊരു ഇൻഡോർ ഗെയിമിംഗ് ഏരിയ ഉണ്ട്. അവിടെ നിന്നും കുറച്ച് കളിയൊക്കെ ഞങ്ങൾ കളിച്ചു. അങ്ങനെ അവിടുത്തെ കളികളും രാത്രി കാഴ്ചകളും ഒക്കെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ചിലവഴിച്ചു. അങ്ങനെ അല്പസമയം കഴിഞ്ഞപ്പോൾ ഡിന്നറിൻ്റെ സമയമായി.
നല്ല ടേസ്റ്റി ഫുഡ് തന്നെയായിരുന്നു. അതൊക്കെ കഴിച്ചു. ഞങ്ങൾ വീണ്ടും അവിടെ അല്പസമയം ചിലവഴിച്ചതിന് ശേഷം നേരെ ഉറക്കത്തിലേക്ക് പോയി. രാവിലെ നേരത്തെ എണീറ്റു കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചകളും അതുപോലെ നല്ലൊരു കൂൾ ക്ലൈമറ്റും തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ വ്യൂ ആണിത്. ഇവിടെ നിന്നും ബ്രഹ്മഗിരി മലനിരയുടെ നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു മൂടിയ നിലയിലാണുള്ളത്. ഇവിടെ നിന്നും DTPCയുടെ ബ്രഹ്മഗിരി ട്രക്കിങ്ങും ഇവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് മുൻകൂട്ടി ബുക്ക് ചെയ്തതിന് ശേഷമാണ് വരേണ്ടത്. ഇവിടെ ഈ വഴികളിലൂടെ വെറുതെ ഇങ്ങനെ നടക്കാൻ തന്നെ നല്ലൊരു രസമാണ്. ഒന്നാമത് നല്ല തണുത്ത കാലാവസ്ഥയും അതുപോലെ അത്യാവശ്യം പ്രൈവസിയുമുണ്ട്. അതുപോലെ നടക്കാനും നല്ല വഴികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നടന്ന് ആസ്വദിക്കാനും പറ്റും. ഇവിടെ നമുക്ക് കോട്ടേജിന് ചാർജ് വന്നത് 4500 രൂപയാണ്. അത് 5000 6000 വരെ ആകാറുണ്ട് ചില സീസൺ ടൈമിലൊക്കെ. ഇവിടെ കുട്ടികളെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. അതുപോലെ ഇവിടെയാണ് നമ്മൾ സ്വിമ്മിംഗ് പൂൾ വരുന്നത്. നല്ലൊരു വിശാലമായ ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നടന്ന് കാണാനും അതുപോലെ ഒരുപാട് സ്ഥലങ്ങളും ഇവിടെയുണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസും ഉണ്ട്. സൈക്ലിംഗ് ഉണ്ട്, അതുപോലെ ഈവനിങ് വാക്ക്, അതുപോലെ മോർണിംഗ് സ്ട്രീം വാക്ക്, അങ്ങനെ ഹൈക്കിങ്, അതുപോലെ ഒരു നേരത്തെ പറഞ്ഞ ബ്രഹ്മഗിരി ട്രക്കിംഗ് വരെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പോർട്സ് ഏരിയ ഉണ്ട്, അതുപോലെ ഇൻഡോർ ഔട്ട്ഡോർ ഗെയിമിംഗ് ഏരിയ, അതുപോലെ ബാർബിക്യൂ ഏരിയ, ഫയർ പോയിൻ്റ്, അങ്ങനെ ഒരുപാട് നല്ല വിശാലമായി കിടക്കുന്ന ഒരു നല്ലൊരു റിസോർട്ട് തന്നെയാണിത്. തിരുനെല്ലി അമ്പലവും ഇവിടുന്ന് അടുത്ത് തന്നെയാണ്. ജോസ്റ്റൽ തിരുനെല്ലിയാണ് നമുക്ക് താഴെ കാണുന്നത്. അവിടെ ഭംഗിയുള്ള മലനിരകളും താഴ്വാരങ്ങളും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അതുപോലെ KTDCയിലെ ടാമറിൻ്റെയാണ് ദൂരെ കാണുന്നത്. അതുപോലെ ഒരുപാട് മറ്റ് റിസോർട്ടുകളും ഇതിന് ചുറ്റുമായിട്ടുണ്ട്. അഗ്രഹാരത്തിൻ്റെ തന്നെ മറ്റൊരു ഹട്ട് ഏരിയ പ്രൊജക്റ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ രാവിലെ ഒരു മോർണിംഗ് വാക്ക് ഉണ്ട്, ഇവർ തന്നെ സെറ്റാക്കി തന്നതാണ്. ഏകദേശം 1/2 കിലോമീറ്റർ വരുന്ന നല്ല ഭംഗിയുള്ള നെൽപ്പാടങ്ങളൊക്കെ കണ്ട് ഭംഗിയുള്ള മലനിരകളും അതുപോലെ കോടമഞ്ഞൊക്കെ ആസ്വദിച്ച് രാവിലെ നടന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു വഴി തന്നെയാണിത്. വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളാണ് നമുക്കിവിടെ മുമ്പിൽ കാണാൻ പറ്റുന്നത്. അങ്ങനെ അവിടെ നിന്നും ഒരു സ്ട്രീമിൻ്റെ അടുത്തേക്കാണ് നേരെ ഇറങ്ങിയത്. ഇവിടെയും നല്ലൊരു ഭംഗിയുള്ള തണുത്ത വെള്ളത്തോടു കൂടി ഒഴുകുന്ന നല്ലൊരു സ്ട്രീമാണിത്. അവിടെ ഞങ്ങൾ സ്ട്രീമിലേക്ക് ഇറങ്ങിയിട്ടില്ല. അവിടെ നിന്നും കാഴ്ചകൾ കണ്ട് കുറച്ച് നേരം അവിടെ ചിലവഴിച്ചു. നല്ലൊരു ഭംഗിയുള്ളൊരു സമയം തന്നെയായിരുന്നു ഇത്. ഏതായാലും ഈ മോർണിംഗ് വാക്ക് വന്നതുകൊണ്ട് നല്ല ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകൾ കാണാനും അനുഭവിക്കാനും പറ്റി. നല്ലൊരു ഭംഗിയുള്ള സമയം തന്നെയായിരുന്നു അത്. അതുപോലെ ഈ ഭാഗത്ത് നേരത്തെ വണ്ടിയിൽ വരുമ്പോഴും ഒരുപാട് വയലുകളും അതുപോലെ നെൽപ്പാടങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഭാഗത്ത് നമുക്ക് ഒരുപാട് കൃഷിസ്ഥലം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും യാത്ര തിരിച്ചു. നേരത്തെ കണ്ട ജോസ്റ്റലിൻ്റെ ഭാഗമായിട്ടുള്ള ബിൽഡിംഗാണിത്. തിരിച്ചെത്തിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായിട്ടുണ്ടായിരുന്നു. ഉപ്പുമാവും കടലയും അതുപോലെ ദോശയും ഇഡ്ഡലിയും ഒക്കെ ആയി ആയിരുന്നു. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു. അതൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇൻഡോർ ഗെയിമൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അവിടെ ഇരുന്നു. അങ്ങനെ ഭംഗിയുള്ള കാഴ്ചകൾക്കും താമസത്തിനും ശേഷം ചെക്കൗട്ടായുള്ള സമയം എത്തിയിരിക്കുകയാണ്. നല്ല താമസം തന്നെയായിരുന്നു ഇവിടുത്തെ. നല്ലൊരു കാലാവസ്ഥയും അതുപോലെ നല്ലൊരു സ്റ്റാഫ് ബിഹേവിയറും നല്ലൊരു ആംബിയൻസും ഒക്കെയുള്ള നല്ലൊരു ഏരിയ തന്നെയായിരുന്നു ഇവിടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി നേരെ തിരുനെല്ലി അമ്പലത്തിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ലൊരു സൈലൻറ്റും അതുപോലെ കൂൾ ക്ലൈമറ്റും ഒക്കെയുള്ള നല്ലൊരു ഏരിയ തന്നെയാണിത്. അതുപോലെ ഒരുപാട് കൃഷിസ്ഥലങ്ങൾ നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാൻ പറ്റും. തിരുനെല്ലി അമ്പലത്തിൻ്റെ എൻട്രൻസ് ആണ് ഇവിടെ കാണുന്നത്. ഞങ്ങൾ അകത്തേക്ക് കയറിയില്ല, ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് ദൂരം പോകേണ്ടതുണ്ട്. മടിക്കേരിക്കാണ് ഞങ്ങളുടെ അടുത്ത യാത്ര. അപ്പം സമയം കുറച്ച് ലേറ്റായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ യാത്ര തിരിച്ചു.
ഞങ്ങൾ മടിക്കേരി പോകുന്നത് തോൽപ്പെട്ടി കുട്ട ഗോണിക്കൊപ്പ വഴിയാണ്. അങ്ങനെ വരുന്ന വഴിക്ക് കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പം കട കണ്ടപ്പോൾ അവിടെ കയറി. ഇവിടെ വലിയൊരു ഫേമസ് ആയിട്ടൊരു കട തന്നെയാണിത്. മുമ്പൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അപ്പോഴൊന്നും അത്ര ഒരു ഫേമസ് ആയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്ന് കഴിച്ചതാണ്. എന്നാലും ഇവിടുത്തെ ഒരു ടേസ്റ്റ് കൊണ്ട് വീണ്ടും ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കഴിച്ചു. അതുപോലെ ഉണ്ണിയപ്പവും പാഴ്സൽ വാങ്ങി. നല്ല ടേസ്റ്റി ഫുഡ് തന്നെയായിരുന്നു. ഇവിടെ ചെറിയ കടയും വലിയ തിരക്കും അതുപോലെ ചെറിയ എമൗണ്ടുമാണ് നമുക്ക് വരുന്നത്. ഇവിടെ കാട്ടിക്കുളം തോൽപ്പെട്ടി റോഡിൽ നിന്നും തിരുനെല്ലി അമ്പലത്തിൽ നിന്നും ഇറങ്ങുന്ന ജംഗ്ഷനിൽ തന്നെയാണ് ഷോപ്പ് വരുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് മറ്റൊരു വെള്ളച്ചാട്ടം കൂടി കാണാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനടുത്ത് തന്നെയാണ്, പോകുന്ന വഴിക്ക് അടുത്ത് തന്നെയാണ്. കുട്ടയിൽ നിന്നും കുറച്ച് മാറി പോയാൽ മതി. ഇറുപ്പു വാട്ടർ ഫോൾസ് ആണ്. അപ്പോൾ അവിടത്തേക്കുള്ള യാത്രയാണ്. ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകളും അതുപോലെ നല്ലൊരു വെള്ളച്ചാട്ടവും ആണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയിൽ തന്നെ നമുക്ക് ഭംഗിയുള്ള കാഴ്ചകളും മലനിരകളുമാണ് കാണാൻ പറ്റുന്നത്. അങ്ങനെ അല്പസമയത്ത് യാത്രയ്ക്ക് ശേഷം അവിടെ എത്തി. ഇവിടെ ഒരു അമ്പലമുണ്ട്. അതിന് മുമ്പിലായി തന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ ഇവിടെ ഒരുപാട് ഫുഡിൻ്റെ സ്റ്റാളുകളുമുണ്ട്. നല്ല തിരക്കുണ്ട് രാവിലെ തന്നെ. അപ്പോൾ നമുക്ക് അവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം കുറച്ച് നടക്കാനുണ്ട്. ഏകദേശം 1 കിലോമീറ്ററോളം നടക്കാനുണ്ട് ഈ വനത്തിൻ്റെ അകത്തൂടെ. ഒരു നല്ലൊരു ട്രക്കിങ്ങും ആയിരിക്കും അത്. വലിയ കയറ്റങ്ങളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അങ്ങോട്ടേക്കുള്ള നടത്തം തുടങ്ങിയാണ്. തോൽപ്പെട്ടി കഴിഞ്ഞ് കുട്ടയിൽ നിന്നും ഏകദേശം 9 കിലോമീറ്റർ അകത്തേക്ക് വന്നാലാണ് നമുക്ക് ഇവിടത്തേക്ക് എത്താൻ പറ്റുക. അത്യാവശ്യം നല്ല റോഡ് തന്നെയാണ്. ഞങ്ങളിപ്പോൾ വന്നത് ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ കുറവാണ് ഇവിടെ. മുകളിലത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അങ്ങനെ അല്പം നേരത്തെ നടത്തത്തിന് ശേഷം ഞങ്ങൾ അവിടെ എത്തി. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അതുപോലെ നല്ലൊരു ഭംഗിയുള്ള നല്ല ക്ലൈമറ്റൊക്കെയുള്ള നല്ലൊരു വെള്ളച്ചാട്ടം തന്നെയാണ് ഇവിടെ. കുട്ട കഴിഞ്ഞ് ഗോണിക്കൊപ്പ, സിദ്ധാപുര, മടിക്കേരിയാണ് ഞങ്ങൾ റൂട്ട് വരുന്നത്. ഏകദേശം ഗോണിക്കൊപ്പ കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് കാപ്പിത്തോട്ടങ്ങളുടെ ഏരിയ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇന്ത്യയിലെ കോഫി ലാൻഡ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ കൂർഗ്. അപ്പോൾ ഞങ്ങൾ അതിലൂടെയുള്ള യാത്ര പോകുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പൂർണ്ണമായും ഒരു കാപ്പിത്തോട്ടങ്ങളുടെ ഏരിയയാണ് അധിക ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ. അതുപോലെ ഇരുവശവും നല്ല വൃത്തിയാക്കി നല്ല ഭംഗിയാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു യാത്രയും നമുക്ക് ഈ വഴിയിൽ കിട്ടുന്നുണ്ട്. റോഡുകളും അത്യാവശ്യം നല്ല റോഡുകൾ തന്നെയാണ് നമുക്ക് ഈ വഴിയിൽ കിട്ടുന്നത്. അതുകൊണ്ട് യാത്രയും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക്. ഞങ്ങൾ നേരത്തെ ഇറുപ്പു വാട്ടർ ഫോൾസ് പോയപ്പോൾ തന്നെ അവിടുന്ന് ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. നൂഡിൽസൊക്കെയാണ് കഴിച്ചത്. അതുകൊണ്ട് വേറെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. നേരെ മടിക്കേരിക്കുള്ള യാത്രയാണ്. ഏകദേശം ഇപ്പോൾ 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറച്ചുകൂടി പോകാനുണ്ട്. ഏകദേശം 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളിവിടെ മടിക്കേരി എത്തിയത്. നേരെ രാജാ സീറ്റ് ഗാർഡൻ്റെ അവിടത്തേക്കാണ് വന്നത്. എന്തായാലും അവിടെ ഇന്ന് ഈവനിങ് അവിടെ കൂടാമെന്ന് വിചാരിച്ചു. അവിടുത്തെ സൺസെറ്റൊക്കെ കണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആണിത്. അപ്പോൾ അതുപോലെ നല്ല സൺസെറ്റ് കൂടി ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ കണ്ട് ഈവനിങ് ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് വഴിയെ കാണാം. ഇവിടെ നല്ലൊരു ഗാർഡനൊക്കെ ചെയ്ത് നല്ലൊരു ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ മുമ്പ് വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. വലിയ മാറ്റങ്ങളൊന്നും ഇവിടെ എക്സ്ട്രാ വന്നിട്ടില്ല. നല്ലൊരു വ്യൂ പോയിൻ്റാണിത്. ഇവിടെ നമുക്ക് ഒരുപാട് ദൂരെ കാണാൻ പറ്റും. നല്ല കോടമഞ്ഞൊക്കെ ആയി നല്ലൊരു ഭംഗിയും അതുപോലെ നല്ല തണുപ്പും ഉണ്ട് ഇവിടെ.
മുമ്പ് രാജാക്കന്മാർ ഉപയോഗിച്ച സൺസെറ്റ് കാണാൻ ഉപയോഗിച്ചൊരു ഏരിയ ആണിത്. അതുകൊണ്ടാണ് ഇപ്പോൾ രാജാ സീറ്റ് എന്ന പേരിലാണ് ഇതിപ്പോൾ അറിയപ്പെടുന്നത്. ഒരുപാട് സ്കൂൾ കുട്ടികളും അതുപോലെ നല്ല തിരക്ക് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ആൾക്കാർ വരുന്നുണ്ട് സൺസെറ്റൊക്കെ കാണാൻ വേണ്ടി. നല്ല കോടമഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സൺസെറ്റ് കാര്യമായി കാണാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും ഇതും ഒരു ഭംഗിയുള്ള കാഴ്ചയാണ്. അപ്പോൾ മടിക്കേരിയുടെ മറ്റ് വിശേഷങ്ങൾ നമുക്ക് വരുന്ന വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഡ്രീംസ്.